മോട്ടോർ വാഹന വകുപ്പിന്റെ ഡേറ്റകൾ ചോരുന്നതായി സംശയം. ഇതിനെ ബലപ്പെടുത്തുന്ന നിരവധി തട്ടിപ്പുകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. വാഹന നമ്പറും ചെല്ലാൻ നമ്പറും കണ്ടെത്തി ഫോണിലൂടെ ബന്ധപ്പെട്ടാണ് തട്ടിപ്പ്. ഇവർക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന ചോദ്യത്തിന് മോട്ടോർ വാഹന വകുപ്പിനും ഉത്തരമില്ല. ഒരു ക്ലിക്കിനപ്പുറം നമ്മുടെ വാഹനത്തിന്റെ എല്ലാ വിവരങ്ങളും ഇന്ന് ലഭ്യമാണ്. പക്ഷെ ഇതേ വിവരങ്ങൾ മറ്റൊരാൾ അറിയുന്നുണ്ടെങ്കിലോ? എന്തായിരിക്കും അവസ്ഥ? വടക്കഞ്ചേരി സ്വദേശിയായ മോഹനദാസിന് ഏപ്രിൽ മാസത്തിൽ ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിച്ചതിന് പിഴ വന്നു. പണമില്ലാത്തതിനാൽ അടച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വാഹന നമ്പറും ചലാൻ നമ്പറും സഹിതം ഫൈൻ അടയ്ക്കാൻ വാട്സപ്പ് മെസ്സേജ് വന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. GSTയും ടാക്സും കോടതി ചെലവുമടക്കം 2269 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പണം അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരിക്കലും വാട്സപ്പ് വഴി പണം അടയ്ക്കാൻ MVD നിർദ്ദേശിക്കില്ലെന്നറിഞ്ഞതോടെ സൈബർ സെല്ലിന് പരാതി നൽകി. പണം തിരികെ ലഭിച്ചു. പക്ഷേ ട്വിസ്റ്റ് അവിടെയല്ല. മോഹനദാസൻ അടയ്ക്കാനുണ്ടായിരുന്ന 500 രൂപ ഫൈൻ ആരോ അടച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ 500 രൂപ ഒന്ന് കയറി നോക്കാൻ ശ്രമിച്ചാണ്. നോക്കിയപ്പോൾ ഈ ഫൈനും കൂടി കണ്ടപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അയ്യോ ഇനിയും വൈകിയാൽ ഒരു പക്ഷേ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള പോലെ ഇനി കൂടരുതെന്ന് പറഞ്ഞ് തന്നെ ഞാൻ അടച്ചാണ്. വണ്ടി നമ്പർ ചലാൻ നമ്പർ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ളതാണ്. അതാണ് ഞാൻ അതിലേക്ക് പെടാനുള്ള കാരണം. മോഹനദാസൻ ഫൈൻ അടയ്ക്കാനുണ്ടെന്ന വിവരം എങ്ങനെയാണ് തട്ടിപ്പുകാരറിഞ്ഞത്? ചലാൻ നമ്പറും വാഹന നമ്പറും എങ്ങനെ മറ്റൊരാൾക്ക് ലഭിച്ചു? അവർ 2000-ലധികം രൂപ മോഹനദാസനിൽ നിന്ന് വാങ്ങി. 500 രൂപ ഫൈൻ അടച്ചു. ബാക്കി മറ്റൊരു അക്കൗണ്ടിലേക്ക്. ഒരാളുടെ മാത്രം കാര്യമല്ലിത്. നമ്മുടെ സംസ്ഥാനത്തെ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോകുന്നത് 1000 2000 എന്നൊക്കെ കരുതി പലരും പരാതി നൽകുന്നില്ലെന്ന് മാത്രം. തൃത്താല സ്വദേശിയായ കൃഷ്ണദാസിനും ഇതേ അനുഭവമുണ്ടായി. വാട്സപ്പിൽ ഫൈൻ അടയ്ക്കാനായി ആവശ്യപ്പെട്ടു വന്ന തുകയും ചലാൻ നമ്പറും കൃത്യം. 2 ചലാനുകൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് പൈസ അടയ്ക്കാൻ വേണ്ടി നമ്മൾ പേ കൊടുത്തപ്പോൾ 5000 ചില രൂപ വന്നു. 5300 സംതിങ് രൂപ വന്നു. 2 ചലാന പോയിട്ട് ഒരു 1500 രൂപയും ഒരു 250 രൂപയും 2 ചലാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് സാധാരണ ഒരു സർക്കാർ ഇതാണ് എന്ന് വിചാരിച്ച് ഞാൻ ആ പേയ്മെന്റ് നടത്തി. മോട്ടോർ വാഹന വകുപ്പിലെ ഡാറ്റകൾ ചോരാതെ എങ്ങനെ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ഇത്ര കൃത്യമായി കിട്ടുന്നു? അങ്ങനെ മൂന്നാമതൊരാൾക്ക് എടുക്കാൻ കഴിയാവുന്ന സുരക്ഷ മാത്രമാണോ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റുകൾക്കുള്ളത്? നമുക്ക് ചലാൻ വന്നതും അത് അടയ്ക്കാത്തതുമൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവർ മനസ്സിലാക്കുന്നത്?